ആരാണ് അവിടെ കുടുങ്ങിക്കിടക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് വ്യക്തമായ വിവരങ്ങൾ എന്തെങ്കിലും നൽകാൻ കഴിയുമോ ഈ സന്ദർഭത്തിൽ? നിലവില് ഇന്ന് രാവിലെ തൊട്ട് ഡീപ് സെർച്ചിന്റെ ഭാഗമായിട്ട് സൂചിപ്പാറയുടെ ഒന്നാം വെള്ളച്ചാട്ടം, രണ്ടാം വെള്ളച്ചാട്ടത്തിന്റെ ആൾക്കാർക്ക് നേരിട്ട് എക്യുപ്മെന്റ്സിന് സഹായം ഇല്ലാതെ ഇറങ്ങാൻ പറ്റിയ സ്ഥലങ്ങളിലേക്ക് എക്യുപ്മെന്റ്സുമായിട്ട് നമ്മൾ രാവിലെ ഡീപ് സെർച്ചിന് വേണ്ടി വന്നതായിരുന്നു. അപ്പോഴാണ് നമ്മുടെ കൂട്ടത്തിലുള്ള ആൾക്കാർ മെസ്സേജ് വന്നത്, തൊട്ട് താഴെ നാട്ടുകാരായിട്ടുള്ള ആൾക്കാർ ചിലർ എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലാതെ കയറിയിട്ട് പെട്ടെന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി സെർച്ച് ചെയ്തിരിക്കുന്ന പാട്ട് മാറ്റി നമ്മൾ വീണ്ടും മുകളിലോട്ട് വന്നു. അവരുടെ ഫോറസ്റ്റിലുള്ള ആൾക്കാരും കൂടി ആർമിയുടെ ടീമും ബാക്കിയുള്ള ടീമും കൂടി കമ്പൈൻഡ് ആയിട്ട് താഴോട്ടേക്ക് പോയിട്ടുണ്ട്. കാരണം റോപ്പ് കാര്യങ്ങളൊക്കെ വേണ്ടിയിരുന്നു, ലെങ്ത് കുറെ അധികമായതുകൊണ്ട്. നിലവിൽ 3 പേർക്കകത്ത് ഒരാളെ റെസ്ക്യൂ ചെയ്യുന്നതാണ് നമ്മൾ അറിയാൻ പറ്റും. ഞങ്ങൾ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഇത് ആരാണ് എന്ന് വ്യക്തമായി ധാരണയുണ്ടോ? ഏതെങ്കിലും തരത്തിൽ മൃതദേഹങ്ങൾ ചാലിയാർ പുഴയിൽ നിന്നും വീണ്ടെടുക്കുന്നതിന്റെ ഭാഗമായി എത്തിയവരാണോ? അതെ, വീണ്ടെടുക്കുന്ന സെർച്ചിന്റെ ഭാഗമായിട്ട് എത്തിയവരാണ്. മുകളിലോട്ട് കയറി എക്യുപ്മെന്റ്സ് റോപ്പോ ഒന്നുമില്ലാതെ കയറി പോയിട്ട് പകുതിക്ക് വെച്ച് സെറ്റായി പോയതാണ്. ആ ഭാഗങ്ങളിൽ ഇപ്പോഴും തെരച്ചിൽ ഊർജിതമായി നടക്കുന്നുണ്ടോ? ഈ തെരച്ചിലിന്റെ ഭാഗമായി മറ്റാരൊക്കെയാണ് സ്ഥലത്തുള്ളത്? നിലവില് എല്ലാവരും സംയോജിതമായിട്ട് ആർമി, പ്രാദേശികമായിട്ടുള്ള ആൾക്കാർ, റൂട്ട് ഇൻസ്പെക്ടർ, ഫോറസ്റ്റുകാര്, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRFന്റെ ടീം ഈ പുഴയുടെ എല്ലാ തീരങ്ങളിലും എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഇന്ന് ഡീപ് സെർച്ച് നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഒരു ടീം നമ്മുടെ അല്ലാത്ത നാട്ടുകാരായിട്ടുള്ള ടീമാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്. ഈ തെരച്ചിൽ സംഘത്തിൽ ഔദ്യോഗികമായി ഉൾപ്പെടുത്തിയവരാണോ? ഈ തദ്ദേശീയരാണെങ്കിൽ കൂടി അവരെ ആ തരത്തിൽ സഹായത്തിനായി ഉൾപ്പെടുത്തിയവരായിരുന്നോ? അത് കൃത്യമായ വിവരം ഇല്ല. നമുക്ക് കുടുങ്ങിയ വിവരം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ. ശരി നിതിൻ, വളരെ നന്ദി. ഒപ്പം ചേർന്നതിന് വിവരങ്ങൾ നൽകിയതിന്.